യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നാം കേൾക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനമാണ്. ഒരുപാട് കുടുംബങ്ങൾ ദൈവവചനത്തിൻ്റെ ശക്തി അറിഞ്ഞാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഓരോ മനുഷ്യർക്കും ഇന്ന് അനുഭവമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ഈ തോട്ടിലോ പുഴയിലോ ഒക്കെയുള്ള മീനിനെ പിടിച്ച് കരയിലിട്ടാൽ അത് കുറച്ചു നേരം കിടന്ന് പിടയ്ക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ജീവിതം തീരാറാകുമ്പോൾ മണ്ണിലിങ്ങനെ കിടക്കും. ആ മരിക്കാറായ അല്ലെങ്കിൽ ചാകാറായ ആ മീനിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഒന്നും കൂടെ എടുത്തിട്ടാൽ ആ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആ മത്സ്യം പോകുന്നൊരു സ്പീഡുണ്ട്. ആ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം ഞാനത് കണ്ടിട്ടുണ്ട് പല മനുഷ്യരിലും. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ വചനം കേട്ട് പ്രാർത്ഥിച്ച് ആ ഒരു അനുഗ്രഹവും ആശീർവാദത്തോടെയും പോകുമ്പം അവർക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷത്തിലാണ് അവർ പോകുന്നത്. ശരിക്കും അതിനു വേണ്ടിയൊക്കെ ദൈവം ഒരുക്കിയ ഒരു പുണ്യഭൂമിയ ഒരു നല്ല സ്ഥലമാണിത്, ഒരു ശുശ്രൂഷയാണിത്. ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാം നന്ദി പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മനസ്സുകൊണ്ട് നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ഓരോ കാര്യങ്ങളെ ഓർത്ത് മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. ഇന്നൊരു വചനം നമുക്ക് കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ, നമ്മൾ പറയില്ലേ, ആ വാക്കിനൊരു അർത്ഥമുണ്ട്. ഞാനൊരു വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ് കേട്ടോ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഈ ആലയത്തിലേക്ക് വരുന്ന ഫോൺ കോളുകൾ പകുതിയും എന്നറിയാമോ? അവർ പറയുന്നത്, ബ്രദർ, സിസ്റ്റർ, ഞങ്ങളൊരു പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്, ഞങ്ങളൊരു വലിയ ദുരിതത്തിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ എഴുതിയിരിക്കുവാണ്, അവൻ കടന്നു പോകുമ്പോൾ. എന്തിലൂടെ? യേശു ഇതിലേക്കൂടെയൊക്കെയാണ് കടന്നുപോയ ഞാൻ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നു. കടന്നുപോയൊരു സാഹചര്യം ഞാൻ പറയാം. അത് 8-ാം അധ്യായം 13-ലുണ്ട് ഒരു സാഹചര്യം. 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഫരിസയർ അപ്പോൾ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. നീ വായെടുത്ത നുണ മാത്രമേ പറയുന്നുള്ളൂ. നിന്റെ സാക്ഷ്യം സത്യമല്ല, നീ നുണയാണ് പറയുന്നത്. നമ്മളൊരാൾ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാണ്. നീ ഒരു കാര്യം സത്യമല്ല പറഞ്ഞു, മുഴുവൻ നുണയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗാണ്. അപ്പം അങ്ങനെയൊരു മനോദുഃഖത്തിലൂടെ സത്യം പറഞ്ഞിട്ടത് മനസ്സിലാകാത്ത, അംഗീകരിക്കാത്ത അങ്ങനെ ഒരു വിഷമത്തിലൂടെ യേശു കടന്നുപോയി. വീണ്ടും ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. അതെഴുതിയിട്ടുള്ളത് 8-ാം അധ്യായം 48-49 വചനത്തിലാണ്. 48-49. യഹൂദർ പറഞ്ഞു, നീ ഒരു സമറിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ അവർ പറയുക, നിൻ്റെ അകത്ത് പിശാചുണ്ടെന്ന്. 49 യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. അപ്പം ഇപ്പം കടന്നു പോകുന്നത് ഇതിലെയാ, ഒത്തിരി അപമാനത്തിലൂടെ. ആദ്യം കടന്നുപോയത്, നീ പറയുന്ന മുഴുവൻ കള്ളമാണ്, സത്യമല്ല, നിൻ്റെ സാക്ഷ്യവും സത്യമല്ല, ഒന്നും പറയുന്നത് ശരിയല്ല. രണ്ടാമത് അപമാനത്തിലൂടെ. അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ വല്ലാതെ താഴ്ത്തിക്കെട്ടിയിട്ടുണ്ടോയെന്ന്, ഇടിച്ചു താഴ്ത്തിയിട്ടുണ്ടോ?
എവിടെയെങ്കിലുമൊക്കെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ വീണു പോയിട്ടുണ്ടോ? അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? യേശുവും അതിലൂടെ കടന്നുപോയി. അടുത്ത ഭാഗമാണ് യേശു കടന്നുപോയത്. 8-ാം അധ്യായം 41-ാമത്തെ വാക്യം. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ. ആ വാക്ക് ഞങ്ങൾ ജാരസന്തതികളൊന്നും അല്ലെന്ന് പറയുമ്പം വേറൊരർത്ഥത്തിൽ ഒരു മുറിവേൽപ്പിക്കലുള്ള ആ വാക്കിന്. നിൻ്റെ പിതാവ് ആരാണ്? നിൻ്റെ പിതാവ് എവിടെ എന്നൊക്കെ ഈ അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ ചോദിച്ചിട്ടുണ്ട്. നിൻ്റെ പിതാവ് ആരാണ്? നിൻ്റെ പിതാവ് എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, അപമാനത്തിലൂടെ കടന്നുപോയി. നമ്മുടെ ജീവിതം ഇപ്പോൾ എന്തിലൂടെയൊക്കെയോ കടന്നു പോയിക്കൊണ്ടായിരിക്കുന്നേ. പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടായിരിക്കുന്നേ. മരണഭയം, അതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപമാനത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പരാജയത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ കടന്നു പോയാലും 9-ാം അധ്യായം യേശു അതിലെ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. അവിടെ ഒരു അത്ഭുതം നടക്കുന്നതാ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിലൂടെയൊക്കെ കടന്നു പോയാലും നിങ്ങളുടെ ജീവിതം ഒരത്ഭുതത്തിലേക്കാണ് നടന്നെടുത്തോണ്ടിരിക്കുന്നത്. എന്തോ ഒരു അത്ഭുതം, നിങ്ങളൊരത്ഭുതമാകും. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരന്ധനായവൻ്റെ കണ്ണിൽ ചെളി പുരട്ടി സിലോഹായ് അവിടെ പോയി കഴുകാൻ പറഞ്ഞു, അവൻ സൗഖ്യമുള്ളവനായി മാറിയെന്ന്. പ്രിയപ്പെട്ടവരെ, എന്തിലൂടെയൊക്കെ കടന്നു പോയാലും, പ്രതിസന്ധികളുണ്ടായാലും നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാകും. ജീവിതത്തിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കും പറ്റും. ജീവിതത്തിൽ പലരും അത്ഭുതപ്പെടുന്ന ഒരു അത്ഭുതമായി മാറണം നിങ്ങളും. ഇന്ന് എന്തിലൂടെ കടന്നു പോകുന്നു എന്ന് വിചാരിച്ച് പോയി മരിച്ചേക്കാം, അങ്ങ് ജീവൻ അങ്ങ് തീർത്തേക്കാം, ഇനി ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ നകലുകയാണ്, ഞാൻ പിണങ്ങുവാണ്, ഇനി എന്നോടാരും പ്രാർത്ഥിക്കാൻ പറയല്ല്. അങ്ങനെ നേരെ തലതിരിഞ്ഞല്ല ചിന്തിക്കേണ്ടത്. എന്തിലൂടെ കടന്നു പോയാലും ഇതിലൂടെയൊക്കെ യേശുവും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ കടന്നു പോയാലും ഈ ചെന്നെത്തിയത് ഒരത്ഭുതത്തിലാണ്. ഒരാളും ചിന്തിക്കാത്തൊരു അത്ഭുതത്തിലാണ് ചെന്നെത്തിയത്. നിങ്ങളുടെ ജീവിതവും എന്തിലൂടെ കടന്നു പോയാലും നാളെ ഒരു അത്ഭുതമാകണം കേട്ടോ. പലരുടെയും മുമ്പിൽ ചോദ്യചിഹ്നമായിരിക്കും, പലരുടെയും മുമ്പിൽ ആശ്ചര്യചിഹ്നമായിരിക്കുമെന്ന്. എന്താകും, എവിടെ ചെന്നെത്തും? നിങ്ങളൊരു അത്ഭുതമാകണം. പഠിക്കുന്ന നിങ്ങളൊരു അത്ഭുതമാകണം. ജോലി ചെയ്ത നിങ്ങളൊരു അത്ഭുതമാകണം. ഭാര്യ എന്ന നിലയിൽ നിങ്ങളൊരു അത്ഭുതമാകണം. ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളൊരു അത്ഭുതമാകണം. മക്കളെന്ന നിലയിൽ നിങ്ങളൊരു അത്ഭുതമാകണം. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു അത്ഭുതമാകണം. ശുശ്രൂഷകൻ എന്ന നിലയിൽ, സമർപ്പിതൻ എന്ന നിലയിൽ, ശുശ്രൂഷ ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ പേടിച്ച് പുറകോട്ട് പോകാനല്ല, നിങ്ങളൊരു അത്ഭുതമാകണം. അത്ഭുതം ചെയ്യാനുള്ളൊരു ശക്തി നിങ്ങളിൽ നിന്നുണ്ട്. ചില ജീവിതം കൊണ്ട് അത്ഭുതപ്പെടുത്തണം, ജീവിതം കൊണ്ടൊരു അത്ഭുതമാകണം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കും. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. ഒത്തിരി അനുഗ്രഹമാണ്. സമയം പോലെ ആ സമയത്ത് പ്രയോജനപ്പെടുത്തുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ച്, യേശു എതിലെയൊക്കെ കടന്നുപോയി. നിങ്ങളെന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒത്തിരി അപമാനം സഹിച്ചവരാണോ? നാണം കെട്ടുപോയവരാണോ? യേശുവും അതിലെ കടന്നുപോയിട്ടുണ്ട്. യേശുവും അതിലെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തലകുനിയേണ്ടി വന്നത്, ഭാരപ്പെട്ടത്? നിങ്ങളൊരു അത്ഭുതമാകും കേട്ടോ. ഒരത്ഭുതം ചെയ്യാൻ ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും. നിങ്ങൾ ബുദ്ധി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ശുശ്രൂഷ കൊണ്ട്, പ്രസംഗം കൊണ്ട്, പാട്ടുകൊണ്ടൊക്കെ അത്ഭുതങ്ങളെ ചെയ്യണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ, ജീവനെ ഒരു അത്ഭുതമാക്കണമേ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതിയിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധം ഞങ്ങളെ സംരക്ഷിക്കണം. ശരീരത്തിൻ്റെ അകവും പുറവും
എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും അങ്ങ് അറിഞ്ഞ് ഞങ്ങൾക്ക് നൽകണമേ. ഒന്നിനും ഒരു കുറവുണ്ടാകാത്ത വിധത്തിൽ, ആരുടെ മുമ്പിലും കൈ നീട്ടി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകാത്ത വിധത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണം, ഞങ്ങളുടെ ജീവിതത്തെയൊക്കെ സഹായിക്കണം. ചില നല്ല വഴികളെ തുറന്നു തരണമേ, ചില മാർഗം കാണിച്ചു തരണമേ, ചില കാര്യങ്ങൾ ഞങ്ങളെ കൈ പിടിച്ചുയർത്തണമേ. ഞങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കിയേക്കല്ലേ. ഞങ്ങൾ തളർന്നു പോകും, വീണുപോകും, നഷ്ടപ്പെട്ടു പോകും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് സഹായിക്കും. ഈ വെള്ളിയാഴ്ച ദിവസം ആശീർവാദത്തോടെയുള്ള ദിവികാരൻ്റെ പ്രദക്ഷിണമുണ്ട്. പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. അന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട അനുഗ്രഹീതനായ ജോർജ് ജേക്കബ് പുതുക്കുഴി അച്ഛനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും നമുക്കൊരനുഗ്രഹമായി മാറും. നാളെ കാണുന്നത് വരെ 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്കിന്ന് ആശംസിക്കുന്നു. ആമേൻ.